നമസ്കാരം. എല്ലാവർക്കും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ 2 ഗഡു സർക്കാർ നിർവഹിക്കുകയാണ്. ജനുവരി 23-ന് വിതരണം ആരംഭിച്ചിരുന്നു. 24-ാം തീയതി 2 ഗഡു പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഫെബ്രുവരി 3-ാം തീയതിക്ക് മുന്നോടിയായി തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ജനുവരി മാസത്തിലെ പെൻഷനും കുടിശ്ശിക പെൻഷനിലെ 1 ഗഡുവും ചേർത്ത് 3200 രൂപയാണ്. ബാക്കിയുള്ള കുടിശ്ശിക പെൻഷൻ, അതായത് 3 മാസത്തെ തുകയാണ് ഇനി കുടിശ്ശികയായിട്ടുള്ളത്. അത് 2025-26 സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ നമുക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ സർക്കാർ നൽകും. എങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 4800 രൂപ വീതം കൈകളിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം മുതൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വർധനവും ഉണ്ടാകും. 1600 രൂപ എന്നുള്ളത് 1700 രൂപയാക്കി വർദ്ധിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്തായാലും ഈ ഒരു ബജറ്റിൽ ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ സാക്ഷ്യപത്ര സമർപ്പണത്തിൻ്റെ അവസാന തീയതി ഇന്നാണ്. ജനുവരി 30 വരെയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാത്ത ആളുകൾ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ഗൗരവമായി കാണുക. നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ സാക്ഷ്യപത്രം നിർബന്ധമായും സമർപ്പിക്കണം. ഇന്നാണ് അവസാന തീയതി. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.